ഹോട്ടൽ വില്ല ലൈല. അതിഗംഭീരമായ രസകരമായ പുരാതനമായൊരു ഹോട്ടൽ. മരം കൊണ്ട് പണിത എടുപ്പുകൾ, മരജനവാതിലുകൾ, അതിൻ്റെ ജാലകങ്ങളിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന ചെടികൾ, പല വർണ്ണത്തിലുള്ള പൂക്കൾ, നമ്മളെ കൊതിപ്പിക്കുന്നൊരു ഹോട്ടൽ. ഞാൻ അത്ഭുതത്തോടെ എൻ്റെ മുമ്പിൽ നിന്നു. കാരണം ഈ ഹോട്ടലിലാണ് ഇന്ന് രാത്രി എനിക്ക് താമസിക്കേണ്ടത്. മോസ്റ്റാർ എന്ന ബോസ്നിയയുടെ ഈ പുരാതന നഗരത്തിലെ ഈ പുരാതന തെരുവിൽ ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ആ ആംബിയൻസും ആ ഹോട്ടലും എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ അത്യത്ഭുതത്തോടെ ഞാൻ നിൽക്കുന്നത്. ഈ യാത്രയിൽ ഞാനെടുത്ത ഏറ്റവും ഉഗ്രനായ തീരുമാനം ഈ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കെന്നിനെ വിളിച്ചു. കെൻ, പേര് വായിക്ക്, ഹോട്ടൽ വില്ല ലൈല. കെന്ന് പേര് വായിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയത് എന്ത് പറ്റി എനിക്കെന്നുള്ള മട്ടിൽ. ഞാൻ ചോദിച്ചു, ഈ ഹോട്ടൽ ഏതാണെന്ന് മനസ്സിലായോ? ഇല്ല. ഈ ഹോട്ടലിലാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്നത്. ഈ രാത്രി നമ്മൾ ഇവിടെയോ? ഞാൻ പറഞ്ഞു, അതെ. ഞാൻ നിങ്ങൾക്ക് തന്ന ഐറ്റിനറി ഇല്ലേ, ഇന്ന് രാത്രി മോസ്റ്റാറിൽ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഈ ഹോട്ടലിലാണ് വന്ന് താമസിക്കാൻ പോകുന്നത്. 2 മുറിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അയച്ച ഐറ്റിനറിയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നെ ചോദിച്ചു, ഏത് ഐറ്റിനറി? നമ്മളിന്നിവിടെ താമസിക്കുകയാണോ? എനിക്കൊരു ഷോക്കായിപ്പോയി. കെന്നിൽ ഒരാവേശവും ഇല്ല. ഈ ഹോട്ടൽ വില്ല ലൈല എന്ന് പറയുന്ന മനോഹരമായ പ്രോപ്പർട്ടി, ഒരു രാത്രിക്ക് 6000 രൂപ ഒരു മുറിക്കുള്ള ഈ പ്രോപ്പർട്ടിയിൽ 2 മുറികൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. 12000 രൂപ മുടക്കി. കെന്നിന് ഞാൻ ഈ ദിവസങ്ങളിലെ യാത്രയുടെ ഐറ്റിനറി അയച്ചു കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ട്. നമ്മൾ ഇന്ന് മോസ്റ്റാറും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകളെല്ലാം പോയി ഈ മോസ്റ്റാറിലെ ഈ സ്റ്റാറി മോസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ അത്ഭുതകരമായ ലോകപ്രശസ്തമായ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഈ പാലവും കടന്ന് പുരാതന നഗരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വലതുവശത്തുള്ള ഈ പഴയ കെട്ടിടം, ഈ പഴയ ഹോട്ടൽ, ഈ ട്രഡീഷണൽ ഹോട്ടൽ, അതിഗംഭീരമായ ഈ ഹോട്ടൽ, ഇവിടെയാണ് ഇന്ന് രാത്രി താമസിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു. കെന്ന് അവിടെ ആ സൈഡിലേക്ക് മാറി നിന്നു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആർ യു സീരിയസ്? നമ്മൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുകയാണോ? ഞാൻ അങ്ങനെയല്ല കരുതിയത്. നമ്മളിന്ന് മോസ്റ്റാറിലെയും പരിസരത്തെയും കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മളിന്ന് മടങ്ങും, നമ്മൾ സെരയോവയിലേക്ക് മടങ്ങും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഞാനിവിടെ താമസിക്കാനുള്ള ഒരുക്കങ്ങളായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. വസ്ത്രങ്ങളില്ല, മറ്റൊരുക്കങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഇന്ന് രാത്രി എനിക്ക് സെരയോവയിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഒരു വിവാഹത്തിൻ്റെ പാർട്ടി ഞാനാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അത് രാത്രിയിലാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. എനിക്ക് രാത്രി തിരിച്ചെത്തിയേ പറ്റൂ. ഞാൻ പണം വാങ്ങി നടത്തി കൊടുക്കുന്ന ഒരു വിവാഹ പാർട്ടിയാണത്. എൻ്റെ സ്റ്റാഫൊക്കെ ഇപ്പോൾ അതിൻ്റെ ജോലിയിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? എൻ്റെ ഈ യാത്രയുടെ മുഴുവൻ ഐറ്റിനറി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതല്ലേ. ഇന്ന് രാത്രി നമ്മൾ മോസ്റ്റാറിൽ താമസിച്ച് നാളെ രാവിലെ നമ്മൾ അഡ്രിയാറ്റിക് കടൽ തീരത്തേക്ക് അവിടുത്തെ ഉല്ലാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു. ആ അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്തെ ദ്വീപുകളിലേക്കും മറ്റും യാത്ര ചെയ്യുന്നു. ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് നാളെ രാത്രിയല്ലേ നമ്മൾ മടങ്ങുകയുള്ളൂ. അയാൾ എൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, സന്തോഷ്, ക്ഷമിക്കണം, ആ ഐറ്റിനറി എനിക്ക് ശ്രദ്ധയപ്പെട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ വില്ല ലൈലയിലെ 2 മുറികൾ ബുക്ക് ചെയ്തിരിക്കുന്നു, പണം അടച്ചിരിക്കുന്നു. മാത്രമല്ല, സരയോവിൽ ഞാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടില്ല. കെൻ പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് തരൂ. കെൻ മാറി നിന്ന് ആരെയൊക്കെ ഫോൺ ചെയ്തു. ഈ സമയം കൊണ്ട് ഞാൻ ഈ പുരാനഗരത്തിൻ്റെ കുറേ ഭാഗങ്ങളിലൂടെ ചിത്രീകരിച്ചു. അതിമനോഹരമാണ് ഈ പുരാനഗരം. ഈ സ്റ്റാറി മോസ്റ്റ് എന്ന് പറയുന്നൊരു പാലം, നമ്മൾ താഴെ നദീതീരത്ത് നിന്ന് കണ്ട ആ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നിരാത്വ നദി ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച. അതങ്ങ് മലനിരകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു. അതിൻ്റെ 2 കരകളിലും പുരാതനമായ മനോഹരമായ നഗരം. ഈ നദിയിലൂടെ സ്പീഡ് ബോട്ടുകളിൽ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2 തീരത്തും നിരവധി റെസ്റ്റോറൻറ്റുകൾ. ഈ നദീതീരത്തേക്ക് കാഴ്ചകൾ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. ഈ പാലത്തിലൂടെ നമ്മൾ മറുകരയിലേക്ക് എത്തുമ്പോൾ അവിടെ വാച്ച് ടവർ, പഴയ ചുങ്കക്കാരുടെ, പഴയ കാവൽക്കാരുടെ കാവൽമാടങ്ങൾ, അതിൻ്റെ മുറ്റങ്ങളിൽ നിരവധി വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതിലേറ്റവും കൗതുകരമായിട്ട് തോന്നുന്നൊരു സാധനം എന്നറിയോ? വെടിയുണ്ട ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പേന. യുദ്ധം ഉഴുതുമറിച്ചു പോയൊരു നാട് സ്മാരകമായി സഞ്ചാരികൾക്ക് വിൽക്കുന്നത് വെടിയുണ്ടയുടെ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ പേനകളാണ്. എത്ര സിംബോളിക്കായ ഒരു സുവനീറായിരിക്കും അതല്ലേ. വേറെയും ഒത്തിരി സുവനീറുകളുണ്ട്. ആ സുവനീറിൻ്റെ കടകളാണ് ഇങ്ങനെ ഈ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് മുഴുവൻ. അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് പുരാനഗരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ സ്ലേറ്റ് കല്ല് വിരിച്ച പഴയ കെട്ടിടങ്ങൾ, അതിൻ്റെ ജാലകങ്ങളെല്ലാം പൂത്തൊലഞ്ഞ ചെടികൾ, പൂക്കൾ, വർണ്ണ പുഷ്പങ്ങളുമായിട്ട് നിൽക്കുന്ന ചെടികൾ. അതിമനോഹരമായിട്ടാണ് ആ പുരാനഗരത്തെ സംരക്ഷിച്ചിരിക്കുന്നത്. ഒരു യുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോയൊരു നഗരത്തെ ഏതാനും വർഷം കൊണ്ട് പുനഃസൃഷ്ടിച്ച് വീണ്ടും ടൂറിസത്തിൻ്റെ ഒരു ഗംഭീര ആകർഷണ കേന്ദ്രമാക്കി മാറ്റി. അവിടെ ചില കലാകാരന്മാരിരിപ്പുണ്ട്, കലാകാരികളിരിപ്പുണ്ട്. ഒരു സഞ്ചാരിയായ ഒരു പെൺകുട്ടി, ഏതൊക്കെയോ നാടുകൾ സഞ്ചരിച്ചു വന്നൊരു പെൺകുട്ടിയാണ്.
അവൾ ജീവിക്കുന്നത് അവളുടെ സംഗീതോപകരണം മീട്ടിക്കൊണ്ടാണ്. അവൾ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു, സംഗീതോപകരണം മീട്ടുന്നു, ആളുകൾ അവൾക്ക് പൈസ കൊടുക്കുന്നു. ആ പൈസ കൊണ്ട് അവൾ അടുത്ത നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് വീണ്ടും സംഗീതം കൊണ്ട് സംഗീതത്തിലൂടെ കാശ് ശേഖരിക്കുന്നു, അടുത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സഞ്ചാരിയായ ഒരു സംഗീതജ്ഞ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് ഭിക്ഷാടനം നടത്തുന്നു. ഇതൊക്കെ ഒരുതരം ഭിക്ഷാടനമാണ്. അങ്ങനെ ആ തെരുവിലൂടെ എല്ലാം നടന്ന് ഞാൻ ഷൂട്ട് ചെയ്തു. കെൻ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ അടുത്തേക്ക് ചെന്നു. കെൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷ്, വളരെ പ്രശ്നമാണ്, അതൊരു പ്രധാനപ്പെട്ടൊരു വിവാഹമാണ്, എനിക്ക് രാത്രി 9 മണിക്കെങ്കിലും അവിടെ ചെന്നാൽ മതി. ഞാൻ നിരന്തരം ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരാളാണ്, ഇവിടുത്തെ ഓരോ സ്ക്വയർ ഇഞ്ചും എനിക്ക് നിശ്ചയമാണ്. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമുക്കിന്ന് ഇവിടുത്തെ ഈ പരിസരത്തെ പ്രധാന കാഴ്ചകളെല്ലാം പോകാം, കടൽ തീരം ഒഴികെ. കടൽ തീരത്തിലേക്ക് നമുക്ക് ഇനി ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്യണം. ആ 3 മണിക്കൂർ നാളെ യാത്ര ചെയ്താൽ ഉച്ചയ്ക്കേ നമ്മളവിടെ എത്തുള്ളൂ. ഉച്ചയ്ക്ക് ആ കടൽ തീരം മാത്രം ചിത്രീകരിച്ചിട്ട് തിരിച്ച് 5-6 മണിക്കൂർ യാത്ര ചെയ്യണം സരയോയിലെത്താൻ. അപ്പം വെറും യാത്രകൾ മാത്രമുള്ള ഒരു ദിവസമായിട്ട് നാളെ മാറും. അതിന് പകരം ഞാനൊരു സജഷൻ പറയുകയാണ്, നിങ്ങളെന്നോട് ക്ഷോഭിക്കരുത്. ഇന്ന് നമ്മൾ മടങ്ങി സരയോയിലേക്ക് പോകുന്നു, എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ബോസ്നിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അവിടെ അത്യത്ഭുതകരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പല ഗ്രാമങ്ങളുണ്ട്, പല അത്ഭുതങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. എന്നെ വിശ്വസിക്കൂ. ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ തിരിച്ചു പോയാലും ഇന്ന് ഞാൻ എവിടെ പോയി താമസിക്കും? തന്നെയല്ല ഈ പണം തിരിച്ച് കിട്ടില്ല. അപ്പോൾ കെൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ ആ ഹോട്ടലുമായിട്ട് സംസാരിക്കട്ടെ. നിങ്ങൾ താമസിച്ച ഓപ്പൽ ഹോമിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ബുക്കിംഗ് വൗച്ചറൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ കെന്ന് ഈ ഓപ്പൽ ഹോമിൽ വിളിക്കുന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സന്തോഷ്, നിങ്ങൾക്ക് ഇന്ന് രാത്രി അവിടെ റൂമില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ചു പോകുന്ന അന്ന് വരെ ഓപ്പൽ ഹോമിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ 4 രാത്രി അവിടെ താമസിക്കാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നു. അതിൽ ഒരു ദിവസം ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ യാത്രാ പരിപാടിയിൽ വലിയ മാറ്റം വന്നപ്പോഴും ആ അബദ്ധം, എനിക്ക് പറ്റിയൊരു അബദ്ധം ഇപ്പോൾ തുണയായിരിക്കുകയാണ്. പക്ഷേ ഒരു നഷ്ടമുണ്ട്, ഈ മനോഹരമായ വില്ല ലൈല എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഒരു രാത്രി താമസിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തു ചെയ്യും? കെൻ പറഞ്ഞു, അതൊരു കാര്യമാക്കണ്ട, നാളെ നിങ്ങൾക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ ഞാൻ തന്നിരിക്കും, നിങ്ങൾക്കൊരു സംശയവും വേണ്ട, അതിഗംഭീരമായ യാത്രയായിരിക്കും, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഒടുവിൽ ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പരിസരത്തെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം പെട്ടെന്ന് പോകണം, 3-4 കാഴ്ചകളുണ്ട്. കെൻ പറഞ്ഞു, ശരി പോകാം. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു മൊണാസ്ട്രിയാണ്. ഒരു നദീതീരത്ത് നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ ഉള്ളിലൊരു ഗുഹയ്ക്കകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു പഴയകാല മൊണാസ്ട്രി. ദർവിഷ് ഹൗസ് എന്നാണ് അതറിയപ്പെടുന്നത്. അത് ബ്ലാഗായി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ബ്ലാഗായി ഈ ഡൗൺ ടൗണിൽ നിന്ന് ഒരു 15-16 കിലോമീറ്റർ പോയാൽ എത്തുന്ന സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമീണ പ്രദേശമാണ്. അതുകൂടാതെ തന്നെ വലിയൊരു പർവ്വത മുകളിലെ വലിയൊരു കോട്ടയും ഒരു പുരാതന നഗരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിൽ കയറി അവിടുന്ന് യാത്രയായി. 15 കിലോമീറ്റർ ഓടി ബ്ലാഗായി എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തുന്നു. ബ്ലാഗായി ഒരു കാർഷിക പ്രദേശമാണ്, ഒരു നിരന്ന പ്രദേശം. നമ്മൾ ഇതുവരെ ബോസ്നിയയെ കണ്ടതെല്ലാം മലമ്പ്രദേശങ്ങളും താഴ്വരകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ബ്ലാഗായിയുടെ ചുറ്റുമുള്ള പ്രദേശമൊക്കെ നിരന്ന ഭൂമിയാണ്. അവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒലിവ്, പിസ്റ്റാഷ്യോ, നാരങ്ങ, ഇതിൻ്റെയൊക്കെ തോട്ടങ്ങളുണ്ട്. ഇവരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ബോസ്നിയയുടെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടക്കുന്നൊരു പ്രദേശം ഇത്. അവിടുത്തെ ഒരു ചെറിയ പട്ടണമാണ് ഈ ബ്ലാഗായി. ഈ ബ്ലാഗായി പട്ടണവും പിന്നെയും നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. ഒരു വനപ്രദേശം പോലുള്ള ഭാഗത്തൂടെ, അവിടെ ബ്യൂണ നദിയുടെ തീരത്തൂടെ കുറേ ദൂരം ഓടി നമ്മൾ ചെല്ലുന്നത് ഒരു മൊണാസ്ട്രിയുടെ അടുത്തേക്കാണ്. ദർവിഷ് ഹൗസ് എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി. ഈ ദർവിഷ് ഹൗസ് എന്ന് പറയുന്നത് മുസ്ലിം സന്യാസിമാർ, അതായത് സൂഫികൾ എന്ന് വേണേൽ വിളിക്കാവുന്ന തരത്തിലുള്ള മുസ്ലിം സന്യാസിമാർ ധ്യാനമിരുന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഭൂപ്രകൃതിക്ക് ഒരു വ്യത്യാസമുണ്ട്, ഒരു അത്ഭുതപ്പെടുത്തുന്ന ഭൂപ്രകൃതിയാണ്. ഈ ബ്യൂണ നദി ഉത്ഭവിക്കുന്നത് ഒരു മലയുടെ പൊത്തിൽ നിന്നാണ്. കൂറ്റനൊരു മലയിലെ ഒരു ഗുഹയ്ക്കകത്തോടെ ഒഴുകി വരികയാണ്. അതുവരെ നമുക്ക് ആ നദിയെ എങ്ങും കാണാൻ കഴിയില്ല. ഈ ഗുഹയ്ക്കകത്ത് നിന്ന് ഇവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഗുഹയിൽ നിന്ന് ഈ പ്രത്യക്ഷപ്പെടുന്ന പോയിൻറ്റിൽ മലയിൽ മറ്റൊരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്താണ് ഈ മൊണാസ്ട്രി. ഈ മൊണാസ്ട്രി ഇരിക്കുന്നത് ശരിക്കും മഴയൊന്നും നനയില്ലാത്ത മട്ടിൽ ഒരു പാറയുടെ പൊത്തിനകത്തേക്ക് ഈ മൊണാസ്ട്രി 2 നിലയുള്ള മൊണാസ്ട്രി പണിത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നേരെ മുന്നിൽ കൂടിയാണ് ഈ ബ്യൂണ നദി ഒഴുകി വരുന്നത്. അപ്പോൾ അതിനടുത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. നടന്നു ചെല്ലുമ്പോൾ ഈ ബ്യൂണ നദിയെ ക്രോസ് ചെയ്യാനൊരു പാലമുണ്ട്. അതിമനോഹരമായ പാലമാണ്. ഈ പാലത്തിൻ്റെ 2 കൈവരികളിലും അതിഗംഭീരമായ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇവർ ഈ പൂച്ചെടികൾ കൊണ്ട് ഈ കെട്ടിടങ്ങളെ, പാലങ്ങളെ, കൈവരികളെ
റോഡ് വക്കുകളെ ഒക്കെ അലങ്കരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്, നമ്മളെ കൊതിപ്പിക്കും. വളരെ കളർഫുള്ളായ റിച്ചായ ഒരു ഫോട്ടോഗ്രാഫിക് ഫീൽ നമുക്ക് തരും. ആ പാലത്തിലൂടെ നടന്നു ചെല്ലുമ്പം ഈ ബ്യൂണ നദി പല കൈവഴികളായിട്ട് ഇതിലൂടെ ഒഴുകുകയാണ്. ആ ഓരോ കൈവഴിയുടെയും തീരത്ത് അല്ലെങ്കിൽ ഓരോ തിട്ടയിലും നിരവധി റെസ്റ്റോറൻറ്റുകളാണ്. ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഈ ബ്യൂണ നദിയുടെ തിട്ടകളിൽ ഇരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, ഒരു ബീറോ ഒരു വൈനോ കഴിച്ച് അല്ലെങ്കിൽ ഒരു കാപ്പിയും കുടിച്ച് ഇങ്ങനെ ഉച്ചനേരം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് കൂടെ വിഭവങ്ങളുമായിട്ട് നടക്കുന്ന വെയിറ്റർമാർ. ഇതൊക്കെ ചിത്രീകരിച്ച് ചെന്ന് ഞാൻ മറുകരയിൽ നിന്ന് ഈ പൊത്തിലൂടെ ഈ ഗുഹയിലൂടെ ബ്യൂണ നദി ഒഴുകി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, മറുകരയിലുള്ള മൊണാസ്ട്രിയുടെ ദൃശ്യങ്ങൾ പകർത്തി. ഈ നദിയിലൂടെ ഒരു ബോട്ടുണ്ട്. ഈ ബോട്ട് ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോവും. അത് ഓടിച്ചു പോവുകയല്ല, ഒരു കയറോ വടവറ്റോ കിട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചാണ് ഈ ബോട്ട് അതിനകത്തേക്ക് കയറുന്നത്. അത് കുറേ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ തിരിച്ച് ഈ പാലം കടന്നു വന്ന് ഈ മൊണാസ്ട്രിക്കകത്തേക്ക്, ദർവിഷ് ഹൗസിനകത്തേക്ക് ചെന്ന് കയറി. ദർവിഷ് ഹൗസിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ ഏതാണ്ട് ഒരു 400 രൂപയ്ക്ക് തുല്യമായ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തകത്ത് ചെന്നു. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ നദിയുടെ തിട്ടയിൽ, നദിയുടെ കരയിലെ ഒരു ബാൽക്കണിയിലേക്ക് ചെല്ലുന്നത് അതിഗംഭീരമായ ഒരു ആംബിയൻസാണ്. നമ്മളവിടെ ഇരുന്ന് ധ്യാനിച്ചു പോകും. ആരാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധ്യാനിക്കാൻ തോന്നുന്ന ഒരു ആംബിയൻസാണ്. ആ പരിസരം നമ്മളെ കൊതിപ്പിക്കും. ഈ മൊണാസ്ട്രി ഉണ്ടാകാനൊരു കാരണമുണ്ട്. 1600കളിൽ അവിടെ സിക്കർ എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ, ഒരു മുസ്ലിം സന്യാസിയാണ്, ഒരു സൂഫി വര്യനാണ്. അദ്ദേഹം ഈ ഗുഹയിൽ വന്ന് ധ്യാനിച്ചിരുന്നു ദീർഘകാലം. അദ്ദേഹത്തെ കാണാൻ ധാരാളം തീർത്ഥാടകരെത്തിയിരുന്നു. ക്രമേണ അവിടെ ഒരു മൊണാസ്ട്രി രൂപപ്പെട്ടു. അവിടെ അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യമായി മാറി. പിന്നീട് വഴിപോക്കരെത്തുന്ന, ആ വഴിയിലൂടെ കടന്നു പോകുന്ന ദീർഘസഞ്ചാരികളെത്തുന്ന ഒരു സത്രമായിട്ട് അവിടെ മാറി. കൂടാതെ നിരവധി സന്യാസികൾ അവിടെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എത്തുന്നൊരു സ്ഥലമായി മാറി. അവിടെ സ്ഥിരതാമസക്കാരായ സന്യാസിമാരുണ്ടായി. അവർ താമസിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു സൂഫി ജീവിതം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു മൊണാസ്ട്രിയായി ദീർഘകാലം അത് പ്രവർത്തിച്ചു. യുദ്ധകാലം വന്നപ്പോഴും ഈ മൊണാസ്ട്രിക്ക് പരിക്കൊന്നും ഏറ്റില്ല. അത് പലതവണ തകർച്ച നേരിട്ടിട്ടുണ്ട്. കാരണം ഇത് മലയുടെ ഒരു പൊത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മല സ്ലേറ്റ് പാറകളടങ്ങിയൊരു ഒരു മലയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് പാറ അടന്ന് ഈ കെട്ടിടത്തിൻ്റെ, ഈ മൊണാസ്ട്രിയുടെ മേൽക്കൂരയിലേക്ക് പലപ്പോഴും വീഴുകയും മേൽക്കൂര തകരുകയും ചെയ്യും. അങ്ങനെ ഒരു 10-30 തവണയെങ്കിലും ചരിത്രത്തിൽ അത് പുനർനിർമ്മിച്ചതാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ എല്ലാം നടന്നു. അതിനകത്ത് പല മുറികളും ധ്യാനിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്. എന്നാൽ കിടക്കാനുള്ളതുണ്ട്, അതിഥികളെ സ്വീകരിക്കുന്ന മുറികളുണ്ട്. ചില മുറികളിൽ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ ഒരു കേന്ദ്രം. ഈ 16-ാം നൂറ്റാണ്ടിലെയും 17-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ടോയ്ലറ്റിൻ്റെ മാതൃക വരെ അതിനകത്തുണ്ട്. അന്നത്തെ ടോയ്ലറ്റുകൾ എങ്ങനെയായിരുന്നുള്ളത്. അതുപോലെ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ജാലകം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ ജാലകം നദിയുടെ നേരെ മുകളിലായിരിക്കുന്നത്. നമ്മൾ ആ ജാലകത്തിൻ്റെ പടിയിലിരുന്ന് കഴിയുമ്പോൾ താഴെക്കൂടെ നദി ഒഴുകുന്ന മനോഹരമായ കാഴ്ച. ഗംഭീര ഒരു ആംബിയൻസാണ്. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് താഴെ ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ബെഞ്ചുണ്ട്, ഒരു സോഫ പോലത്തെ ഒരു ഭാഗം കിടപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ കെൻ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ഞാൻ കെന്നെ വിളിച്ചു ഉണർത്തി. ഞാൻ ചോദിച്ചു, കെന്നെ വിശക്കുന്നുണ്ടല്ലേ, ക്ഷീണിച്ചു അല്ലേ? എന്നെ സാരമില്ല, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്ന വഴിയോടെ തിരിച്ചു വന്ന് കാറിൽ കയറി അടുത്തൊരു യാത്ര. ഇനി നമ്മൾ പോകുന്നത് പൊച്ചിട്ടലി എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്കാണ്. ഒരു നഗരമെന്ന് പറയത്തില്ല, പണ്ടൊരു നഗരമായിരുന്നത്. പണ്ട് നഗരമെന്ന് മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ രാജ്യ തലസ്ഥാനമായിരുന്നു. രാജാവ് വസിച്ചിരുന്നൊരു സ്ഥലം. ഓട്ടോമാൻ തുർക്കികൾക്ക് മുമ്പ് 14-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പ്രദേശമൊക്കെ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ബഹുഭൂരിപക്ഷവും കത്തോലിക്കലായിരുന്ന ഒരു കാലമുണ്ട് ഈ ഹെസഗോവിന പ്രദേശവും ബോസ്നിയയുടെ ഈ ഭാഗങ്ങളുമൊക്കെ. അപ്പോൾ അന്ന് ഈ രാജ്യത്തെ ഭരിച്ചിരുന്ന കൊട്ടാരവും അതിൻ്റെ കോട്ടകളുമൊക്കെ നിലനിന്നിരുന്ന സ്ഥലമാണ് ഈ പൊച്ചിട്ടലി എന്ന് പറയുന്നത്. അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബോസ്നിയ ആൻഡ് ഹെസഗോവിനയിൽ വന്നാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു പുരാതന, ഇവരുടെ ഒരു പഴയ തലസ്ഥാന നഗരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നഗരമൊന്നും അവിടെ ഇല്ല. അവിടെ ഇന്ന് കോട്ട അവശേഷിക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ആ പഴയ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട്. എങ്കിലും ആ പുരാനഗരം ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുന്നത് രസകരമായ പാതയിലൂടെയാണ്. പിന്നെയും മലനിരകൾക്കിടയിലൂടെ സ്ലേറ്റ് കല്ലുകൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് പാറകളുടെ കൂറ്റൻ പാറയുടെ ഇടുക്കിലൂടെയുള്ള പാതയിലൂടെയാണ് നമ്മൾ ഓടുന്നത്. അവിടെ ഈ നെരേത്വ നദി ഒരു വശത്തുകൂടി ഒഴുകുന്നുണ്ട്. നദീ തീരത്തുകൂടെ കുറേ ദൂരം ഓടി നമ്മൾ ഈ പൊച്ചിട്ടലി എന്ന് പറയുന്ന ആ കോട്ട നഗരത്തിലേക്ക് എത്തുന്നു. ഈ കോട്ട നഗരത്തിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തൊക്കെ ഈ സുവനീർ കടകളും ആ റെസ്റ്റോറൻറ്റുകളും ഒക്കെ കുറേയുണ്ട്. അപ്പോൾ മലയുടെ മുകളിലൊരു കോട്ട കാണാം, ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു വലിയൊരു നിർമ്മിതിയും ഒക്കെ. അപ്പോൾ അങ്ങോട്ട് നടന്നു കയറണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെ നടന്നു തുടങ്ങി. അപ്പോൾ കല്ല് വിരിച്ച പാതയാണ്. ഈ നെരേത്വ നദിയും അതിൻ്റെ തീരത്തുള്ള റോഡുമൊക്കെ പഴയ ഒരു കച്ചവട പാതയായിരുന്നു, ഒരു ട്രേഡ് റൂട്ടായിരുന്നു. നദിയിലൂടെയും കച്ചവടക്കാർ കടന്നു പോയിരുന്നു, റോഡിലൂടെയും കടന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊച്ചിട്ടലി ഒരു ചുങ്കം പിരിവ് കേന്ദ്രം കൂടിയായിരുന്നു.
ഇവിടെ ഇരുന്ന് രാജാവിന് വേണ്ടി ഇതുവഴി കടന്നു പോകുന്ന കടത്തു വള്ളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കച്ചവടക്കാരിൽ നിന്നെല്ലാം ചുങ്കം പിരിച്ചിരുന്ന ഒരു പോസ്റ്റും കൂടിയായിരുന്നു ഈ പോർട്ട്. അവിടെ ഒരു മോസ്ക് ഉണ്ട്, മനോഹരമായിട്ടുള്ള ഒരു മോസ്കാണ്, അടുത്ത കാലത്ത് നവീകരിച്ചതാണ്, ഹാജി ആലിയാസ് മോസ്ക്. ഈ പ്രദേശത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഹാജി ആലിയാസ് മോസ്കൊക്കെ പുനർനിർമ്മിച്ചതാണ് ഈ അടുത്ത കാലത്ത്. അതിൻ്റെ കാരണം എന്തറിയോ? ഇവിടെ ബോസ്നിയൻ പൗരന്മാരും ക്രൊയേഷ്യൻ പൗരന്മാരും, ക്രൊയാട്ടുകൾ എന്ന് പറയുന്ന വംശജരും ബോസ്നിയാക്ക് വംശജരും താമസിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ബോസ്നിയാക്കുകൾ എന്ന് പറയുന്നത് കൂടുതലും മുസ്ലിംസാണ്, ക്രൊയാട്ടുകൾ എന്ന് പറയുന്നത് കത്തോലിക്കരാണ്. സരയോവ ഉൾപ്പെടുന്ന പ്രദേശമാണ് ബോസ്നിയാക്കുകൾക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശം. ഹെസഗോവിന പ്രദേശത്ത് ക്രൊയാട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പരമാവധി ബോസ്നിയാക്കുകളെ അടിച്ചമർത്തുകയും ആ ബോസ്നിയൻ യുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് അവരെ കൊന്നൊടുക്കുകയും ചെയ്ത പ്രദേശങ്ങളാണ് ഇവിടെ. അതോടൊപ്പം ഈ പൊച്ചിറ്റലി പ്രദേശത്ത് കുറേ മോസ്കുകൾ, പുരാതനമായ മോസ്കുകൾ, അതായത് ഒട്ടോമൻ കാലഘട്ടത്തിലെ നിർമ്മിതികളായ മോസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ ഈ ബോസ്നിയൻ ഹെസഗോവിനയിൽ യഥാർത്ഥത്തിൽ ആ ബോസ്നിയൻ യുദ്ധകാലത്ത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമൂഹത്തിനാണോ ഒരു പ്രദേശത്ത് കൂടുതൽ ആധിപത്യം, കൂടുതൽ ജനസംഖ്യയുള്ളത്, അവർ മറ്റ് സമുദായത്തെ ക്രൂരമായി കൊന്നൊടുക്കി, കുട്ടികളെയും ചെറുപ്പക്കാരെയും നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു. അതിന് മതത്തിൻ്റെ വ്യത്യാസമില്ല. അത് ബോസ്നിയാക്കുകളും ചെയ്തു, ക്രൊയാട്ടുകളും ചെയ്തു, സെർബുകളും ചെയ്തു. ഇവർ മൂന്നും എവിടെയാണോ അവർക്ക് പ്രാബല്യം ഉണ്ടായിരുന്നത് അവിടെ പരസ്പരം കൊന്നൊടുക്കി. ആ ഏറ്റുമുട്ടലിൻ്റെയും കൂട്ടക്കൊലകളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ പൊച്ചിറ്റലി പ്രദേശം, ഈ കോട്ടയും അതിൻ്റെ പ്രദേശ ഗ്രാമങ്ങളും. അവിടെയൊക്കെ ഇപ്പോൾ ജനസംഖ്യ തീരെ കുറവാണ്. വലിയൊരു ശതമാനം കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് ഇതെല്ലാം. ഞാൻ ഇതെല്ലാം ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിച്ച് മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടുകാരോട് ചോദിച്ചു, എന്താ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു, അപ്പോൾ ഇനി മുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൽ ചെന്ന് കയറി ഇനി മടക്കയാത്രയാണ്. കെന്നോട് ഞാൻ ചോദിച്ചു, നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, മോസ്റ്റാറിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോയാലോ? കെൻ പറഞ്ഞു, നമ്മൾ അതിന് ടൗണിനകത്തേക്ക് കയറണം, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ടൗണിനകത്ത് കയറണ്ട, മോസ്റ്റാർ ടൗണിൽ കയറേണ്ട കാര്യമില്ല, നമുക്ക് നേരെ പോകാം. പോയാൽ അതിമനോഹരമായ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല വിഭവങ്ങൾ കിട്ടും, നിങ്ങൾക്ക് ഗംഭീരമായൊരു അനുഭവമായിരിക്കും. ഒരു സ്രബ്രനിക്ക എന്ന് പറയുന്നൊരു ഗ്രാമം പിന്നിട്ടാണ് പോകുന്നത്. ആ ഗ്രാമം പിന്നിട്ടുമ്പോൾ കെൻ പറഞ്ഞു, ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു വലിയ കൂട്ടക്കൊല നടന്നു. 8,000 പേരെയാണ് 3 ദിവസം കൊണ്ട് ക്രൊയാട്ടുകൾ കൊന്നൊടുക്കിയത്. അത് കൂടുതലും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ആയിരുന്നു. 8,000 പേരെ 3-4 ദിവസം കൊണ്ട് കൊന്നു കളഞ്ഞൊരു പ്രദേശം സ്രബ്രനിക്ക. ആ പ്രദേശമൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. ഓരോ ഗ്രാമത്തിനും ഇങ്ങനെ കഥനത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ, കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ, കൂട്ടക്കൊലയുടെ, റേപ്പിൻ്റെ കഥകൾ പറയാനുണ്ട്. കൂട്ടക്കൊലകൾ നടത്താൻ, ബലാത്സംഗങ്ങൾ നടത്താൻ കഴിയുന്നൊരു മനസ്സ് ഈ പോളിഷ്ഡായിട്ട് ടൈയും കോട്ടും കെട്ടി നടക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. കെന്ന് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ കഥകളെല്ലാം പറയുന്നുണ്ട്. ഈ കഥകൾ കേട്ട്, ഈ ചരിത്രം കേട്ട് വണ്ടി ഓടി നമ്മൾ നെരേത്വ കാന്യൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. നെരേത്വ നദി വലിയൊരു കാന്യൻ രൂപപ്പെടുത്തുന്നു, വലിയൊരു ജലാശയം രൂപപ്പെട്ടിരിക്കും. അവിടെ ഒരു ചെറിയ ഡാമുണ്ട്. 2 വശമല്ല 4 വശത്തും കൂറ്റൻ പർവ്വതനിരകൾ, അതിൻ്റെ നടുക്ക് താഴ്വാരത്ത് ഈ ജലാശയം, ഈ നദി ഒരു ജലാശയമായി മാറിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു പ്രദേശമാണ്. മണി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞെങ്കിലും നല്ല വെളിച്ചമുണ്ട്. പക്ഷേ രസകരമായൊരു നിറവാണ് അന്തരീക്ഷത്തിന്. ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? അപ്പോൾ കെൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേ, ഒരു 2 മിനിറ്റ് കൂടെ എനിക്കിതാ. അങ്ങനെ ഓടി ഒരു ഭാഗത്തെത്തുമ്പം ഈ മലനിരകളിലൂടെ റെയിൽപാളം ഇങ്ങനെ പോകുന്ന കാണാം. ഒരു വലിയ പാലം, ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലം. ആ റെയിൽപാലത്തിൻ്റെ അടിയിലൂടെ റോഡ് കടന്നു പോകുന്നു. ഈ റോഡും ഒരു പാലമാണ് ഈ 2 മലകളെ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴെ വലതുവശത്ത് തടാകം, ഈ നെരേത്വ നദി രൂപപ്പെടുത്തിയ തടാകം. അതിൻ്റെ വക്കിൽ കുറേ കെട്ടിടങ്ങൾ. ഇത്ര ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് കെൻ വണ്ടി കൊണ്ടുപോയി നിർത്തി. എന്നോട് പറഞ്ഞു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതിഗംഭീരമായൊരു സ്ഥലമാണ്. ആ കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ, മറുവശത്തേക്ക് ചെല്ലുമ്പോൾ ഈ നെരേത്വ നദിയുടെ കാന്യനാണ്, തടാകമാണ്, അതിമനോഹരമായ നീല തടാകം. അതിൻ്റെ മറുവശത്ത് ആകാശം മുട്ടുന്ന മലനിരകൾ, ചുറ്റോട് ചുറ്റും പർവ്വതമുടികൾ, നല്ല തണുപ്പ് വീണ് തുടങ്ങിയിരിക്കുന്നു. കുറേ ആളുകൾ ഈ റെസ്റ്റോറൻറ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് തന്നെ പല തട്ടുകളായിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ റോഡിൻ്റെ പാലം ഉണ്ടല്ലോ, റോഡ് കടന്നു പോകുന്ന പാലം, ആ പാലത്തിൻ്റെ അടിയൊക്കെ ഈ റെസ്റ്റോറൻറ്റിന് കൊടുത്തിരിക്കുക. ഈ നദിയിലേക്ക് ഇറക്കി വലിയൊരു പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നു ഈ റെസ്റ്റോറൻറ്റുകാർ. ഈ പ്ലാറ്റ്ഫോം പല തട്ടുകളായിട്ടുണ്ട്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നൊരു തട്ട് പോലുമുണ്ട്. ഇതിലൊക്കെ മേശ കസേരകളിട്ട് ആളുകൾ വന്നിരിക്കുന്നു. അവിടെ ട്രഡീഷണൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഭാഗത്ത് ഒരു വലിയ ആടിനെ, ഒരൊറ്റ ഫുൾ ആടിനെ ഒരു കമ്പിയിൽ കോർത്തിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. തീയുടെ മുകളിൽ ഈ ആടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാംസം പല പ്ലേറ്റുകളിലാക്കി വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ നദിയുടെ തീരത്ത് ഈ പുറത്തേക്ക് നദിയിലേക്ക് തള്ളി നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇവരുടെ കസേരയിട്ട് അവിടെ ഇരുന്നു.
അപ്പോൾ ഞാൻ ചോദിച്ചു, കെന്നെ, നിങ്ങളുടെ ട്രഡീഷണൽ ഫുഡ് എന്താണ്? ഇന്നലെ ഞാൻ ചെവാപ്പി കഴിച്ചു, ഇന്ന് എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുള്ളത്? അപ്പോൾ കെൻ പറഞ്ഞു, ഇവിടെ വന്നാൽ ചെവാപ്പിയാണ് പ്രധാനം. ഞങ്ങളൊക്കെ 3 നേരവും ചെവാപ്പി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നമുക്ക് ചെവാപ്പി തന്നെ കഴിക്കാം. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഈ ചെവാപ്പി പല അളവിലുണ്ട്, ഫുള്ളുണ്ട്, ഹാഫുണ്ട്, ക്വാർട്ടറുണ്ട്. കെൻ ഫുള്ള് പറഞ്ഞു, ഞാനൊരു ഹാഫ് പറഞ്ഞു. പിന്നെ കുടിക്കാൻ എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം മതി. കെൻ ജ്യൂസിൻ്റെ ആളാണ്, ജ്യൂസ് ഇങ്ങനെ നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഓർഡർ ചെയ്തു. കെൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഓട്ടോമൻ തുർക്കികൾ ഇവിടെ എല്ലാം കീഴടക്കി ഭരിച്ചിരുന്ന കാലത്ത് ഈ തുർക്കികളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ആഭ്യന്തരമായി ഒത്തിരി ഒളിപ്പോരാളികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുറേ ആളുകൾ മതം മാറി ഓട്ടോമൻ തുർക്കികളുടെ അനുകൂലികളായി മാറിയെങ്കിലും മതം മാറിയവരിൽ തന്നെ വലിയൊരു ശതമാനവും ഈ ബോസ്നിയയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ഓട്ടോമൻ തുർക്കികളെ ഞങ്ങളെ അടിമകളാക്കി വെക്കേണ്ടതില്ലെന്നുള്ള ചിന്തയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പോരാട്ട സംഘടനകൾ, ഗറില്ല സംഘടനകൾ ഉണ്ടാക്കി പോരാടിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ഗറില്ല സംഘടനകൾ വനത്തിലും ഒളിവിടങ്ങളിലൊക്കെ വസിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം എന്ന രീതിയിലാണ് 16-17 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ചെവാപ്പി എന്ന് പറയുന്ന വിഭവം ഉണ്ടാകുന്നത്. അത് മൂത്ത മൂരിയുടെ മാംസവും ഇളം മൂരിയുടെ മാംസവും കൂടെ മിക്സ് ചെയ്ത് അരച്ച് ഉണ്ടാക്കുന്ന, എന്നിട്ടത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കനലിൽ ചുട്ടെടുക്കുന്ന മാംസമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കുബൂസൊക്കെ ഉണ്ടല്ലോ, അറബി നാടുകളിൽ കിട്ടുന്ന കുബൂസ്, അതുപോലത്തെ ഒരു ബ്രെഡ്, അത് പൊളർന്നിട്ട് അതിനകത്തേക്ക് ഇത് വെക്കും. എന്നിട്ട് കുറച്ച് സലാഡ്, പിന്നെ ഒരു ചട്നി, തക്കാളി കൊണ്ടുണ്ടാകുന്ന ഒരു തരം ചട്നി, ഇതൊക്കെ നിറയ്ക്കും. കൂടാതെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇവരുടെ ഒരു പ്രധാന ഭക്ഷണം, ഇവരുടെ മെയിൻ കോഴ്സ് എന്ന് വേണേൽ പറയാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. പിന്നെ കുറേ സാലഡ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, ഇതെല്ലാം കൂടെ കൂടിയാണ് ഇവർ കൊണ്ടുതരിക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ ഈ വിഭവം വന്നു. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു കൂന കൂട്ടിയ പോലെ എൻ്റെ പ്ലേറ്റിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കെൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് വേണ്ടേ? ഞാൻ ചോദിച്ചു എനിക്ക് വേണ്ട. അതെന്താ? ഞങ്ങളുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് ഒരു പ്രധാന ഭക്ഷണമായിട്ട് ഞങ്ങൾ കഴിക്കാറില്ല. കെൻ ചോദിച്ചു, ആ ഉരുളക്കിഴങ്ങ് എനിക്ക് തന്നേക്കാവോ? എൻ്റെ ഉരുളക്കിഴങ്ങ് കൂടെ കെൻ കഴിച്ചു. ഈ ഭക്ഷണമൊക്കെ കഴിച്ചതോടുകൂടി കെൻ അങ്ങ് എനർജറ്റിക്കായി. കെൻ പറഞ്ഞു, നാളെ നമുക്ക് തകർക്കണം. ശരി, തകർത്തേക്കാം. വില്ലാലയിലെ ഇന്ന് രാത്രി താമസിക്കാൻ കഴിയാത്ത, മോസ്റ്റാറിൻ്റെ രാത്രി ജീവിതം കാണാൻ കഴിയാത്ത എൻ്റെ ഒരു സങ്കടവും ഒരു നിരാശ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പയ്യെ അലിഞ്ഞില്ലാതായി. പിന്നെ മടക്കയാത്രയിൽ ഞങ്ങൾ കുറേ ദൂരം ഹൈവേയിലൂടെ പോയി. യൂറോപ്യൻ ഹൈവേ E73 എന്ന് പറയുന്ന ഹൈവേ പണി നടക്കുന്നു പറഞ്ഞല്ലോ, അതിലെ കുറേ ഭാഗങ്ങൾ പണി പൂർത്തിയായി, അതിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഓടി നമ്മൾ സരയേവോ നഗരത്തിലെത്തി ഉടനെ തന്നെ കെൻ ചോദിച്ചു, ഞാനെന്നാൽ നമുക്ക് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാം അല്ലേ? കാരണം എത്ര കിലോമീറ്റർ ഓടി എത്ര ലിറ്റർ ചിലവായെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അപ്പോൾ കെൻ പറഞ്ഞു, ഞാനിവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇന്ന് പൊക്കോളൂ, എന്നിട്ട് നാളെ രാവിലെ വരൂ. നാളെ രാവിലെ വരുമ്പോൾ നമ്മൾ ഫുള്ള് അടിച്ചാലും പോരെ. കെൻ എന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള സ്ട്രീറ്റിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നാളെ രാവിലെ കൃത്യം 8 മണിക്ക് നമ്മൾ പുറപ്പെടുമെന്ന് പറഞ്ഞ് കെൻ യാത്രയായി. കെന്നിന് ഇനി വേറെ ജോലിയുണ്ട്, കല്യാണം നടത്തി കൊടുക്കണം. ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് പോയില്ല, ആ തെരുവിലൂടെ നടന്നു. ഇന്നലെ നടന്ന ദിശയിലേക്കല്ല, കിഴക്കൻ ദിശയിലേക്കല്ല, പടിഞ്ഞാറൻ ദിശയിലേക്ക്. എൻ്റെ ഹോട്ടൽ പുരാതനമായ സരയേവോ നഗരത്തിൻ്റെ ഏതാണ്ടൊരു മധ്യഭാഗത്താണ്. അവിടുന്ന് കിഴക്കോട്ട് നടന്നാൽ കൂടുതൽ പുരാതനമായ ഭാഗത്തേക്കാണ്. എന്നാൽ പടിഞ്ഞാറോട്ട് നടന്നാൽ അത്ര പുരാതനമല്ലാത്ത എന്നാൽ ഒരു 150-200 കൊല്ലത്തിൻ്റെ ചരിത്രമുള്ള സ്ഥലങ്ങളിലേക്കാണ്. കിഴക്കോട്ട് പോകുന്നത് നമ്മൾ 500, 600, 700 കൊല്ലം പുറകിലേക്ക് നടക്കും. അപ്പോൾ ഇന്ന് മറ്റേ ദിശയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടക്കുമ്പോൾ നടക്കാൻ മാത്രമുള്ളൊരു സ്ട്രീറ്റുണ്ട്, പെഡസ്ട്രിയൻ സ്ട്രീറ്റാണ് അവിടെ. അതൊരു ആധുനിക സ്ട്രീറ്റാണ്, മറ്റത്ര പുരാതനമായ കെട്ടിടങ്ങളല്ല, കുറച്ചുകൂടെ ഭേദപ്പെട്ട 2-3 നിലയുള്ള കെട്ടിടങ്ങൾ, ബാങ്കുകളുടെ ഓഫീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഒക്കെ ഉള്ളതാണ്. എങ്കിലും അവിടെ നടക്കാൻ മാത്രമേ പറ്റൂ. ഫെർഹാദിയ സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്, ഫെർഹാദിയ സ്ട്രീറ്റ്. അപ്പോൾ ഇനി ഫെർഹാദിയ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോൾ അവിടെ ഒരു വലിയ പള്ളിയുണ്ട്, ഒരു കാത്തലിക് ചർച്ച്, സേക്രഡ് ഹാർട്ട് ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വലിയൊരു പാരമ്പര്യമുള്ള വലിയ പഴക്കമുള്ളൊരു പള്ളിയാണ്, അതിമനോഹരമായൊരു നിർമ്മിതിയാണ്. അതിനു മുമ്പിൽ പോപ്പ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ഒരു പ്രതിമയൊക്കെയുണ്ട്. അതിൻ്റെ മുൻഭാഗം ഒരു കൾച്ചറൽ സെൻറ്റർ പോലെ ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ എല്ലാം കല്ല് വിരിച്ച സുന്ദരമായൊരു സ്ക്വയറാണ് ഈ പള്ളിയുടെ മുൻഭാഗം. അവിടെ അതിൻ്റെ ഓരങ്ങളിൽ കലാകാരന്മാരുണ്ട്. ആ പള്ളിയുടെ മുറ്റത്ത് തന്നെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ മദ്യവും ബിയറും വൈനും ഒക്കെ വിളമ്പുന്ന, ഈ പള്ളിമുറ്റത്ത് ഇതെല്ലാം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളാണ്. അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ വഴിയിലൂടെയാണ് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി നീങ്ങുന്നു. ഇവരൊക്കെ എങ്ങോട്ട് പോകും നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. ഈ നാട്ടുകാരാവാം, വിദേശികളായ ടൂറിസ്റ്റുകളാവാം, ഇവരെല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കും. മാന്യമായ വസ്ത്രം ധരിച്ച നല്ല സുന്ദരന്മാരായ മനുഷ്യരിങ്ങനെ ഒഴുകിപ്പോകുന്ന കാഴ്ച. ഈ പള്ളിയുടെ മുമ്പിൽ ചോര വന്ന് വീണ് ചെതറിത്തെറിച്ചതുപോലത്തെ ഒരടയാളം, അത് സരയേവോ റോസസ് എന്നാണ് അതറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 200 സ്പോട്ടുകൾ ഈ നഗരത്തിൽ പലയിടത്തായിട്ടുണ്ട്. ഇതൊരു സംഭവത്തിൻ്റെ സ്മാരകമാണ്. ഈ സരയേവോ സീജ് നടന്നിരുന്ന കാലത്ത്, ഈ ബോസ്നിയൻ യുദ്ധം നടന്നിരുന്ന കാലത്ത് ഈ പള്ളിമുറ്റത്തേക്കും
ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലനിരകളിൽ നിന്ന് സെർബിയൻ സൈന്യം ഗ്രനേഡുകൾ തൊടുത്തുവിട്ടു. ആളുകൾ കൂടുന്നിടത്തേക്കല്ല ഈ ഗ്രനേഡുകൾ അയച്ചു. ഈ പള്ളിമുറ്റത്തും ആളുകൾ കൂടുമ്പോഴേക്കും അവർ ഗ്രനേഡ് വിക്ഷേപിച്ചു. അതിവിടെ വന്ന് പൊട്ടിച്ചെതറുമ്പം നിരവധി ആളുകൾ ആ സമയത്ത് കൊല്ലപ്പെടും. അത്തരത്തിൽ ഈ പള്ളിമുറ്റത്ത് വന്ന് വീണ ഗ്രനേഡ് പൊട്ടിച്ചെതറിയ ഒരു ഭാഗമാണ് ഈ ചുവന്ന നിറത്തിൽ വരച്ചിട്ടിരിക്കുന്നത്. അവിടുത്തെ ആ കല്ല്, നിലത്ത് വിരിച്ചിരിക്കുന്ന കല്ലും പൊട്ടി തകർന്ന് വിണ്ട് കീറിയാണ് നിൽക്കുന്നത്. അവിടെ ഈ ചുവന്ന മാർക്ക്, അതിനെ ആണ് റോസസ് എന്ന് പറയുന്നത്, പൂക്കൾ പോലെ. അങ്ങനെ 200 കേന്ദ്രങ്ങളുണ്ട്. ഈ ഫർഹാദിയ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടക്കുമ്പം അവിടെ പല മ്യൂസിയങ്ങളുണ്ട്, പലതരം മ്യൂസിയങ്ങൾ. അതായത് ഇവർ നേരിട്ട അട്രോസിറ്റീസ്, കൂട്ടക്കൊലകൾ, അവർ നേരിട്ട ക്രൂരതകൾ, ഇതിൻ്റെ എല്ലാ സ്മാരകങ്ങളായി നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ചെന്ന് കാണുന്നത് പോലത്തെ മ്യൂസിയങ്ങളാണ്. അത് ഒരു മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ എല്ലാം അടച്ചു തുടങ്ങി. ഇന്ന് അവിടെ കയറാൻ പറ്റില്ല, അവിടുത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. അവിടെയും ഈ കയറി ചെല്ലുന്ന ആ സ്റ്റെപ്സിൻ്റെ വശങ്ങളിൽ പോലും ഈ കൂട്ടക്കൊലകളുടെ, യാതനകളുടെ കഥകൾ വിവരിക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോൾ പല മ്യൂസിയങ്ങളുണ്ട്, സ്വകാര്യ മ്യൂസിയങ്ങളുണ്ട്. സ്വകാര്യ വ്യക്തികൾ അവർക്കുണ്ടായ അനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്ക് കാണാം. അങ്ങനെ ചെല്ലുമ്പം ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കി നിർത്തിയിരിക്കുന്ന ഒരു കെട്ടിടം, അതിഗംഭീരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു പുരാതന നിർമ്മിതിയാണ്. അതൊരു മ്യൂസിയം ആണെന്ന് കരുതി ഞാൻ അതിനടുത്തേക്ക് കയറി ചെല്ലുന്നു. അതിനടുത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. ഈ ലൈറ്റപ്പ് ചെയ്ത് സുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്നതുണ്ടല്ലോ, ഒരു ഇറച്ചി ചന്തയാണ്. ഇറച്ചി തത്സമയം വെട്ടി വിൽക്കുന്നൊരു ചന്ത. വീണ്ടും നടന്നു കഴിയുമ്പോൾ അവിടെ ഒരിടത്ത് ഒരു ജംഗ്ഷനിൽ ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. തീനാളം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2ാം ലോകമഹായുദ്ധത്തിൽ മരിച്ച ബോസ്നിയൻ പൗരന്മാർക്ക് വേണ്ടിയുള്ളൊരു സ്മാരകമാണ്. അതും ഷൂട്ട് ചെയ്ത് ഞാൻ തിരിച്ച് വീണ്ടും ഈ തെരുവിലൂടെ വരുമ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ ഒരു വൃദ്ധൻ ഈ കല്ല് വിരിച്ച സ്ക്വയറിൻ്റെ ഓരം ചേർന്ന് നിന്ന് ഒരു അക്കോർഡിയൻ മീട്ടി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പയ്യെ ക്യാമറ എടുത്തു, ഇങ്ങേയത്തിൻ്റെ നേരെ ഈ ക്യാമറ തിരിച്ചു. ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം പാട്ട് നിർത്തി. ഞാനും ക്യാമറ താത്തി. അപ്പോൾ അയാൾ വീണ്ടും പാടാൻ തുടങ്ങി. ഞാൻ വീണ്ടും ക്യാമറ എടുത്തു, ഇയാൾ പാട്ട് നിർത്തി. എന്നിട്ട് എന്നെ കൈ കാണിച്ചു, നോ വീഡിയോ. അപ്പോൾ ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് പയ്യെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടെ നടന്നുപോയി. അദ്ദേഹം എന്നെ വിളിച്ചു, ജെൻറ്റിൽമാൻ. ഞാനവിടെ നിന്നു. വരാൻ പറഞ്ഞു. നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ട്രാവലറാണ്, ഞാൻ ട്രാവൽ വീഡിയോ എടുക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നല്ല ഇംഗ്ലീഷിൽ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്തില്ല. ശരി തന്നെ, എൻ്റെ ഇന്നത്തെ ഡിന്നർ എനിക്ക് വാങ്ങിത്തരാൻ പറ്റുമോ? പെട്ടെന്നുള്ള ചോദ്യമാണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, എന്താണ്? എൻ്റെ ഇന്നത്തെ ഡിന്നർ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റും. ശരി, എന്നാൽ ഡിന്നർ വാങ്ങൂ. പുള്ളി അപ്പോഴത്തേക്ക് അക്കോർഡിയനൊക്കെ ശരീരത്തിൽ നിന്ന് അഴിച്ച് അതിൻ്റെ പെട്ടിയുടെ മുകളിലേക്ക് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ പോരെ? മതി, വിശപ്പ് മാറണം, അത്രയേ ഉള്ളൂ. വളരെ ഗൗരവത്തിലായി പറയുന്നത്. അദ്ദേഹം ആ അക്കോർഡിയൻ അവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ നടന്നു. തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പള്ളിയുടെ മുമ്പിൽ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് വേണ്ടത്? നല്ല കനമുള്ള ബ്രെഡിനകത്ത് കുറച്ച് മാംസവും പച്ചിലകളും എല്ലാം വെച്ച് ഒരു സാൻഡ്വിച്ചുണ്ട്, അത് മതി. അപ്പോൾ അതിന് ഏതാണ്ട് നമ്മുടെ ഒരു രൂപയിൽ ഒരു 400 രൂപ 500 രൂപ നമ്മുടെ ഒരു വില വരും. അത്രയുള്ള വിലയാണ് അതേ കാണിച്ചിരിക്കുന്നത്. ഞാനത് വാങ്ങിക്കൊടുത്തു. അദ്ദേഹം അത് കൈപ്പിടിച്ചു. ഞാൻ കൂടെ നടന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ സരേവക്കാരൻ തന്നെയാണോ? അല്ല. പിന്നെ എവിടെയാണ് സ്ഥലം? പടിഞ്ഞാറാണ്. എത്ര കാലമായിട്ട് ഇവിടെ ഈ സംഗീതമായിട്ട് ജീവിക്കുന്നു? ആഫ്റ്റർ ദ വാർ, യുദ്ധത്തിന് ശേഷം. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് ഇത് തന്നെയായിരുന്നു എൻ്റെ ജോലി. പക്ഷെ അന്ന് ഞാൻ യൂറോപ്പ് മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. യൂറോപ്പിലൂടെ മുഴുവൻ ഞങ്ങളുടെ കൺസേർട്ടുകളുണ്ടായിരുന്നു. യുഗോസ്ലാവിയ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊരു കാലമാണ്, മാർഷൽ ടിറ്റോയുടെ കാലം. ആ കാലത്ത് ഞാനും എൻ്റെ സംഘവും യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലും സംഗീതം നടത്തിയിട്ടുണ്ട്, പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പലരും എന്നെ ഇന്നും അറിയും. എൻ്റെ വീഡിയോ അതുകൊണ്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ ജീവിക്കാൻ വേണ്ടി ഈ തെരുവിൽ പാട്ടുപാടിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ടായിരുന്നു. മക്കൾ, ഭാര്യ. ഞാൻ ചോദിച്ചു, അവരൊക്കെ ഇപ്പോൾ? അയാൾ ആ വിഷയം വിട്ടു. ഇനി കൂടുതലൊന്നും നിങ്ങളോട് പറയാൻ താല്പര്യമില്ലാത്ത മട്ടിൽ അദ്ദേഹം ദൂരേക്ക് നോക്കി ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന കഥകൾ ചകഞ്ഞെടുക്കേണ്ടതില്ലെന്ന് എനിക്കും തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ പോവുകയാണ്. ഞാൻ നടന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ മനുഷ്യനെക്കുറിച്ചാണ്. യുദ്ധത്തിന് മുമ്പും സംഗീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അന്ന് ലോകരാജ്യങ്ങളിലെ ഓപ്പറ ഹൗസുകളിൽ, സിറ്റി ഹാളുകളിൽ, കൺസേർട്ട് ഹാളുകളിൽ സംഗീതം അവതരിപ്പിച്ചൊരു മനുഷ്യൻ ഇന്ന് സരയോവയുടെ തെരുവിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അക്കോർഡിയനുമായിട്ട് നിൽക്കുന്ന ഒരു വൃദ്ധൻ. ഇങ്ങനെ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞ ബോസ്നിയൻ യുദ്ധം. ഈ ബോസ്നിയൻ യുദ്ധത്തിൻ്റെ കഥകൾ ഓർത്തുകൊണ്ട്
ഈ വൃദ്ധനെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.